السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدري يا موسى. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 14-ാമത് ക്ലാസ്സിൽ ഇന്ന് 40-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശോധിക്കുന്നത്. കേവലം വലിയൊരു ആയത്തായതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ആയത്ത് മാത്രമാണ് പറഞ്ഞു തീർക്കാൻ സാധിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കണം. ആയത്തിലേക്ക് പ്രവേശിക്കാം. മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ഉമ്മക്ക് വഹിയ് കൊടുത്തു, വഹിയ് നൽകി. തന്റെ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കണം. ആ നദിയിൽ നിന്ന് ഫറോവയുടെ കൊട്ടാരത്തിൽ അത് കണ്ടെടുക്കപ്പെടും എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് നൽകിയത്. അതുപ്രകാരം മൂസാ നബിയുടെ ഉമ്മ അങ്ങനെ ചെയ്തു. അതിനുശേഷമുള്ള സംഭവങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിൽ നമ്മൾ കാണുന്നത്. إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدري يا موسى. എല്ലാവരും ഖുർആൻ എടുത്ത് നോക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدري يا موسى. ഈ ആയത്തിന്റെ അർത്ഥം മൊത്തത്തിൽ ഒന്ന് വായിക്കാം. അത് ചെറിയ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടാവുള്ളൂ എന്നാ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആയത്തിന്റെ അർത്ഥം ഒന്നായിട്ട് ഒരു തവണ വായിക്കാം. നിന്റെ സഹോദരി നടന്നു ചെല്ലുകയും ഇത് തംശി ഉഖ്തുക, ഇവന്റെ കുട്ടിയുടെ സംരക്ഷണമേൽക്കാൻ കഴിയുന്ന ഒരാളെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറയുകയും ചെയ്യുന്ന സന്ദർഭം ശ്രദ്ധേയമാണ്. ഇത് ആ സന്ദർഭം. ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലുഹു, ഈ കുട്ടിയുടെ സംരക്ഷണമേൽക്കാൻ കഴിയുന്ന ഒരാളെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. യക്ഫുലുഹു, ഈ കുട്ടിയുടെ സംരക്ഷണം ഏൽക്കാൻ കഴിയുന്ന, കഫാലത്ത് ഏൽക്കാൻ കഴിയുന്ന. ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ, അങ്ങനെ നിന്റെ മാതാവിങ്കലേക്ക് തന്നെ നിന്നെ നാം തിരിച്ചേൽപ്പിച്ചു, അവളുടെ കൺകുളിർക്കുവാനും അവൾ ദുഃഖിക്കാതിരിക്കാനും വേണ്ടി. അങ്ങനെ നിന്നെ
ഫറജഅനാക ഇലാ ഉമ്മിക, നിന്റെ ഉമ്മയിലേക്ക് തന്നെ നാം നിന്നെ തിരിച്ചേൽപ്പിച്ചു. കൈ തഖറ ഐനുഹ, അവൾ കൺകുളിർക്കാൻ വേണ്ടി, വലാ തഹ്സൻ, അവൾ ദുഃഖിക്കാതിരിക്കാനും വേണ്ടി. മൂസാ നബി അലൈഹിസ്സലാമക്ക് നിങ്ങൾ ഇപ്പൊ ചോദിച്ചതിനേക്കാൾ ഉപരിയായി പഴയ കാലത്ത് വേറെയും ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്ന കാര്യമാണല്ലോ ഇവിടെ അള്ളാഹു വിശദീകരിക്കുന്നത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതെന്താണ്? നിന്നെ ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കിയ സന്ദർഭത്തിൽ നിന്റെ സഹോദരി അതിന്റെ കൂടെ നടന്നു ചെല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ നിന്നെ കണ്ടെടുത്ത കുട്ടിയെ കണ്ടെടുത്തപ്പോ അവിടെ നിനക്ക് വേണ്ടി ആ കൊട്ടാരത്തിൽ ചെന്ന് സംസാരിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ സംരക്ഷണം ഏൽക്കാൻ കഴിയുന്ന ഒരാളെ പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരം അറിയിക്കട്ടെയോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ തരട്ടെ എന്ന് ചോദിക്കാണ്. വേറെ പലരും വന്നു, പലരും പരീക്ഷിച്ചു നോക്കി. അവരുടെ ആ പാല് കൊടുക്കാൻ, മുലപ്പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് അതൊന്നും കുടിക്കാതിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള കഥകൾ നമ്മൾ കേട്ടതാണല്ലോ. അവിടെയാണ് മൂസാ നബിയുടെ തന്നെ സഹോദരി അവിടെ ചെന്ന് ഒരാളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഉമ്മയെ തന്നെ അവിടേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. വേറൊരു സംഭവം അതെന്താണ്? നീ ഒരാളെ കൊല്ലുകയുണ്ടായി, എന്നിട്ട് അത് സംബന്ധിച്ച് മനക്ലേശത്തിൽ നിന്ന് നാം നിന്നെ രക്ഷിക്കുകയും ചെയ്തു. ഗമ്മിൽ നിന്ന് ഫനജ്ജൈനാക മിനൽ ഗമ്മ്, മനക്ലേശത്തിൽ നിന്ന് നിങ്ങളെ നാം രക്ഷിക്കുകയുണ്ടായി. ഫതന്നാക ഫുതൂന, വേറെയും പല പരീക്ഷണങ്ങളിലൂടെയും നിന്നെ നാം പരീക്ഷിക്കുകയുണ്ടായി. വഫതന്നാക ഫുതൂനൻ ഫലബിസ്ത സിനീന ഫീ അഹ്ലി മദിയന. വേറൊരു സംഭവം, ഫലബിസ്ത സിനീന ഫീ അഹ്ലി മദിയന. അങ്ങനെ ആ സംഭവത്തിന് ശേഷം നിങ്ങൾ മദിയൻകാരുടെ കൂട്ടത്തിൽ കൊല്ലങ്ങളോളം താമസിച്ചു. ഫലബിസ്ത സിനീന, സിനീനൻ സനത്തുൻ വർഷം, സിനീന വർഷങ്ങളോളം ലബിസ താമസിച്ചു. ഫി അഹ്ലി മദിയന, മദിയൻകാരുടെ കൂട്ടത്തിൽ. സുമ്മ ജിഇത അലാ ഖദരി യാ മൂസ, ഇതൊക്കെ കഴിഞ്ഞിട്ട് താങ്കൾ ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ ഖദർ പ്രകാരം, നിശ്ചയപ്രകാരം ഇതാ ഇവിടെ വന്നിരിക്കുന്നു എന്നാണ് ഈ ആയത്തുകളിൽ നമ്മൾ കാണുന്നത്. കുറെ സംഭവങ്ങൾ. സഹോദരി നടന്നു ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് ഉമ്മയെ തന്നെ ഉമ്മയാണെന്ന് അറിയാതെ പരിചയപ്പെടുത്തിയിട്ട് കഫാലത്തിന് ഒരാളെ നോക്കാൻ, ഈ കുട്ടിയെ നോക്കാൻ ഒരാളെ തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ തന്നെ അവിടെ എത്തിക്കുന്ന സംഭവം. വേറൊന്ന്, നിങ്ങൾ ഒരാളെ വധിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ പേരിൽ ഒരുപാട് ഒമ്മിലായിരുന്നു, ഒരുപാട് ദുഃഖത്തിലായിരുന്നു, സങ്കടത്തിലായിരുന്നു, മനക്ലേശത്തിലായിരുന്നു നിങ്ങൾ. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പരീക്ഷണം നൽകി. വേറെയും പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി മൂസ എന്നിങ്ങനെ മൂസാ നബിയുടെ പഴയകാല ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു പോവുകയാണ്. അവിടെ നിന്ന് പിന്നെ നിങ്ങൾ മദിയൻ പ്രദേശത്ത് ചെന്ന് താമസിച്ചില്ലേ? ഒരു വീട്ടിൽ കുറെ കാലം താമസിച്ചില്ലേ? വർഷങ്ങളോളം അവിടെ കഴിഞ്ഞുകൂടിയില്ലേ? ആ സംഭവങ്ങളെ എല്ലാം ഇവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്, ഇപ്പോ നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു നിശ്ചിതമായ ഖദറിന്റെ നിശ്ചയപ്രകാരമാണ്. അള്ളാഹു നിശ്ചയിച്ച ഒരു ഖദറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഈ ആയത്തിൽ നമ്മൾ കാണുന്നത്. അതിലുള്ള വാക്കർത്ഥങ്ങൾ ഒന്നും കൂടെ പരിശോധിക്കുക. നിന്റെ സഹോദരി നടന്നുപോയ സന്ദർഭം,
ഇത് എന്ന് പറഞ്ഞ സന്ദർഭം. ഉഖ്തുൻ അറിയാം. തംശി നടക്കുന്നു, അവൾ നടക്കുന്നു. മശ എന്ന വാക്കാണ് നടന്നു എന്ന്. തംശി എന്ന് പറയുമ്പോ അവൾ നടക്കുന്നു എന്ന്. ഫതഖൂലു ഹൽ അദുല്ലുക്കും, അവൾ ചോദിക്കുന്നു, അവൾ പറയുന്നു, ഹൽ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ ദലാലത്ത് നൽകട്ടെയോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, ദലീല് നൽകട്ടെയോ, നിങ്ങളെ ഞാൻ അറിയിച്ചു തരട്ടെയോ. അലാമൻ യക്ഫുലുഹു, അവനെ സംരക്ഷിക്കുന്നവനെ പറ്റി. യക്ഫുലു സംരക്ഷിക്കും, അവനെ സംരക്ഷിക്കുന്ന ഒരാളെ പറ്റി. ഫറജഅനാക ഇലാ ഉമ്മിക, അങ്ങനെ നിന്റെ ഉമ്മയിലേക്ക് മടക്കി. റജഅ മടക്കി, റജഅന നാം മടക്കി, റജഅന നാം മടക്കി. അവളുടെ കണ്ണ് കുളിർക്കുവാൻ വേണ്ടി, തഖറ കുളിർക്കാൻ വേണ്ടി, കൈ നിറ വേണ്ടി, തഖറ കുളിർക്കുന്നു, ഐനുൻ കണ്ണ്, ഖുറത്ത് ഐന് അവളുടെ ഖുറത്ത് അയ്നിന് വേണ്ടിയിട്ട്, ഖുറത്ത് ഐനിന് വേണ്ടിയിട്ട് ആണ് നിന്നെ നാം അവളിലേക്ക് തന്നെ, നിന്റെ ഉമ്മയിലേക്ക് തന്നെ തിരിച്ചു നൽകിയത്. വലാ തഹ്സൻ, അവൾ ദുഃഖിക്കാതിരിക്കാനും. ഉമ്മക്ക് ഒരു തന്റെ പിഞ്ചു പൈതലിനെ, ഇപ്പൊ ജനിച്ച പൈതലിനെ പ്രത്യേകിച്ച് നഷ്ടപ്പെടുമ്പോണ്ടാകുന്ന ദുഃഖം എന്ന് പറയുന്നത് വലിയതായിരിക്കുമല്ലോ. അങ്ങനെ അവൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ് നിങ്ങളെ നാം നിങ്ങളുടെ ഉമ്മയിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. നഫ്സൻ, ഖത്തൽത നീ കൊന്നു, നഫ്സൻ ഒരാളെ, ഫനജ്ജൈനാക മിനൽ ഗമ്മി, അങ്ങനെ നിങ്ങളെ നാം ആ ദുഃഖത്തിൽ നിന്ന്, ആ ഒരു പ്രയാസത്തിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മനക്ലേശം, അതാണ് ഗമ്മുൻ. വലിയൊരു മനക്ലേശം ഉണ്ടാകാവുന്ന ഒരു സംഗതിയായിരുന്നു അത്. ഒരാളെ കൊന്നുപോയി എന്നതിന്റെ കുറ്റകരമായ ഒരു അവസ്ഥയുണ്ട്. അതേപോലെ അതിനുവേണ്ടി നാട്ടിൽ താങ്കൾക്കെതിരെ ശിക്ഷ നടപ്പാക്കിയ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മനക്ലേശവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ അവിടെ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആയത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. ഇതൊക്കെ അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ വേറെയും നിങ്ങളെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആയത്ത് പറഞ്ഞു പോവുകയാണ്. കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളൊന്നുകൂടെ ആയത്തിന്റെ തുടക്കത്തിലേക്ക് വരിക. ഇദ് തംശി ഉഖ്തുക ഫതഖൂൽ ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലു ഫറജഅനാക ഇലാ ഉമ്മിക. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സംവിധാനമാണ്. അവന്റെ ഒരു ഖദറും ഖലാവും അനുസരിച്ച് നടക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സിദ്ധിക്കുന്നത്, മനുഷ്യന്റെ യോഗ്യത കൊണ്ടോ പക്വത കൊണ്ടോ ഒന്നും സിദ്ധിക്കാത്തതുമായ ഒരു മഹാഭാഗ്യമാണ് ഇവിടെ മൂസാ നബിക്ക് തന്റെ കുട്ടിപ്രായത്ത് ലഭിക്കുന്ന, ആ പിഞ്ചോമനയായിരിക്കുന്ന ആ സമയത്ത് ലഭിക്കുന്ന ആ സംഗതി എന്ന് പറയുന്നത്. അങ്ങനെ കൊട്ടാരവാതിൽക്കൽ ഈ കുട്ടിയെ കണ്ടെടുക്കുമ്പോ, ലമ്മാ ഫശൽ ഖബറു ബിമിസ്ര അന്ന ആല ഫിർഔന അഖദു ഉലാമൻ ഫിന്നീലി വകാന ലാ യർതദിഉ മിൻ സദി കുല്ലി ഇംറഅത്തിൻ യുതാ ബിഹ. നാട്ടിലാകെ ഈ ഒരു വിവരം, ഈ വാർത്ത നാട്ടിലാകെ പരന്നു, എല്ലാരും അറിഞ്ഞു. മാത്രല്ല, ആ കുട്ടി നൈൽ നദിയിൽ നിന്ന് കണ്ടെടുത്ത ആ കുട്ടി ആരുടെയും മുലപ്പാൽ കുടിക്കുന്നില്ല എന്ന വിവരവും അവിടെ നാട്ടിലാകെ പരന്നപ്പോ, അവിടെയാണ് സഹോദരി കയറി ചെന്നിട്ട്, നിങ്ങൾക്ക് ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം, അവരെ ആണെങ്കിൽ കുടിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ ഒരു മഹാഭാഗ്യം അവിടെ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത് എന്നാണ്. ഇപ്പൊ അള്ളാഹു തുടർന്ന് വരുന്ന ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നീ മഅകുമാ അസ്മഉ വഅറാന്ന്,
46-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹു അവിടെ പറയുന്നുണ്ട്. ഈ ഒരു ശ്രദ്ധയും ഈ ഒരു കാഴ്ചയും ഈ ഒരു പരിചരണവും ഒക്കെ തന്നെ നൽകിക്കൊണ്ടാണ് മൂസാ നബിയെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നത് എന്ന കാര്യമാണ് ഈ ആയത്തിൽ മൊത്തത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ തന്റെ ഉമ്മക്ക് കൺകുളിർമ ലഭിക്കുന്നതിന് വേണ്ടി എന്ന് എന്തൊക്കെ തരത്തിലാണ് ആ ഉമ്മക്ക് ഇവിടെ കൺകുളിർമ നൽകാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? അന്നഹു തഖറു ഐനുഹ ബിസബബി വസൂലിക ഇലൈഹ, സ്വന്തം കുഞ്ഞിനെ തനിക്ക് തന്നെ തിരിച്ചു കിട്ടി എന്നത് എന്തുമാത്രം വലിയ സന്തോഷായിരിക്കും. കണ്ണ് നിറയുന്ന, കണ്ണ് ഈറണനണിയുന്ന വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കില്ലേ അത്? ഏത് ഉമ്മമാരെയും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എത്രമാത്രം വലിയൊരു അനുഗ്രഹമാണ് ആ വിഷയമെന്ന്. ഫയസൂലു അൻഹൽ ഹുസ്നു ബിസബബി അദ്മി വസൂലി ലബനി ഗൈരിഹാ ഇലാ ബാത്തിനിക, തന്റെ മുലപ്പാൽ ചുരത്തിക്കൊടുക്കാൻ തന്റെ സ്വന്തം കുഞ്ഞിനെ തന്നെ കിട്ടിയല്ലോ എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള വലിയൊരു സന്തോഷം വേറെയുണ്ട്. ഫൽമുറാദു അന്നൽ മഖ്സൂദ മിൻ റദ്ദിക ഇലൈഹാ ഹുസൂലു സുറൂരി ലഹാ വസവാലുൽ ഹുസ്നി അൻഹാ, എന്തിനാണ് നിന്റെ ഉമ്മയിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തതെന്നറിയാമോ? ആ ഉമ്മയുടെ സന്തോഷം 10 മടങ്ങ് ഇരട്ടിക്കണം, അവരുടെ ദുഃഖമെല്ലാം പമ്പ കടക്കണം എന്നടിസ്ഥാനത്തിലാണ് നിന്നെ നിന്റെ ഉമ്മയിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന ആ ഉമ്മയുടെ ആ ഒരവസ്ഥ ഖുർആൻ ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സന്തോഷങ്ങൾ ഉണ്ടാകും. എന്നാൽ ചില സന്തോഷങ്ങൾ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന സന്തോഷങ്ങളായിരിക്കാം. കാരണം നമ്മളത് അത്ര എളുപ്പം പ്രതീക്ഷിച്ചതായിരുന്നില്ല, അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചതായിരുന്നില്ല. ഈ കുഞ്ഞിനെ നദിയിലൊഴുക്കുമ്പോ, അതേപോലെ ഫറോവയുടെ കൊട്ടാരത്തിൽ ഇത് കണ്ടെടുക്കപ്പെടുമ്പോഴൊന്നും ഈ കുഞ്ഞ് തന്റെ സ്വന്തത്തിലേക്ക് തനിക്ക് തന്നെ കിട്ടുമെന്ന് അമ്മ വിചാരിച്ചിട്ടുണ്ടാകുമോ? ഇല്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സന്തോഷത്തിന്റെ സമയത്ത് കണ്ണിൽ നിന്ന് തനിയെ വെള്ളം വരുന്നത് പോലെ തോന്നാറില്ലേ? അതിനാണ് കൺകുളിർമ എന്ന് പറയുന്നത്. അതൊരു കുളിർമയാണ്, കണ്ണിന്റെ കുളിർമയാണ്. അത് മനസ്സിന് ശാന്തിയും ആശ്വാസവും നൽകുന്ന അനുഭവമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ഉണ്ടാകാവുന്ന ഇത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങളുടെ സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ കണ്ണിനുണ്ടാകുന്ന കുളിർമ, മനസ്സിലുണ്ടാകുന്ന സുഖം, മനസ്സിലുണ്ടാകുന്ന ആഴമാർന്ന സമാധാനവും ആനന്ദവും ആ സമയത്ത് കണ്ണുകളുടെ ഭാഷയിലൂടെ പുറത്തു വരുന്നത് കൺകുളിർമയായി പറയപ്പെടുന്നു. ആ കണ്ണുകളിൽ ഉണ്ടാകുന്ന നനവ്, ആ കണ്ണുകളിൽ ഉണ്ടാകുന്ന കുളിർമ, അതാണ് കൺകുളിർമ എന്ന് നമുക്ക് പരിചയപ്പെടുത്താം. അതേപോലെ ഹൃദയത്തിൽ നിറയുന്ന ആനന്ദം കണ്ണുകളിലൂടെ ഒഴുകുമ്പോഴാണ് നമുക്ക് ഈ കൺകുളിർമ അനുഭവപ്പെടുക. മനസ്സിന്റെ ഉള്ളിൽ പ്രത്യേകമായ ഒരു ആനന്ദം, ആ ആനന്ദം എങ്ങനെയൊക്കെയാണ് നമുക്കുള്ള ജീവിതത്തിൽ ഉണ്ടാവുക? മക്കൾ കൺകുളിർമയാണ് എന്ന് പറഞ്ഞു. അതേപോലെ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം കൺകുളിർമയാണ് എന്ന് പറഞ്ഞു. നമ്മളോട് അങ്ങനെ പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടു, മക്കളെ കൺകുളിർമയാക്കണേ എന്ന്. അതേപോലെ ഇണയും തുണയും തമ്മിൽ പരസ്പരം കൺകുളിർമയായി മാറണേ എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? മക്കൾ എങ്ങനെയാ കൺകുളിർമയാകുന്നത്? നമ്മുടെ ആത്മാവിന്റെ പകുതിയാണ് നമ്മുടെ മക്കൾ. നമ്മുടെ സംരക്ഷണവും സ്നേഹവും അവരിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ കൂടെയുള്ള നേരം പോക്കവും അവരുടെ നേട്ടവും അവരുടെ നോട്ടവും നമ്മെ ഉള്ളിൽ നിന്ന് തണുപ്പിക്കൂലേ? അതാണ് കൺകുളിർമ എന്ന് പറയുന്നത്. കുഞ്ഞിന്റെ പുഞ്ചിരി,
കുഞ്ഞിന്റെ ആദ്യത്തെ സംസാരം, കുഞ്ഞിന്റെ കുട്ടിക്ക് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന വിജയങ്ങൾ, അവരുടെ മറ്റേതെങ്കിലും രംഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അവരുടെ നേട്ടങ്ങൾ, അതൊക്കെ നമ്മൾ കാണുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചില ഓളങ്ങളുണ്ട്. ആ ഹൃദയത്തിൽ ഓളം വീശുന്ന ആ സന്തോഷങ്ങളാണ് നമ്മുടെ കണ്ണുകളിലൂടെ തണുപ്പായി പുറത്തു വരുന്ന നമ്മുടെ കൺകുളിർമ എന്ന് പറയുന്നത്, അല്ലേ? പ്രതിഫലം പ്രതീക്ഷിക്കാതെയാണ് മാതാപിതാക്കൾ മക്കൾക്ക് സ്നേഹം നൽകുന്നത്. എന്നാൽ പലപ്പോഴും ആ മക്കളിൽ നിന്ന് നമ്മുടെ സ്നേഹത്തിന്റെ പ്രതികരണം എന്നോണം എന്തെങ്കിലും തിരിച്ചു കിട്ടുമ്പോ, അവരായിട്ട് നമുക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകുമ്പോ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേകമായ ഒരു അനുഭവമല്ലേ, അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരവസ്ഥയില്ലേ, അതിന് നമുക്ക് കൺകുളിർമ എന്ന് പറയാം. അങ്ങനെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓരോന്നും നമ്മളിങ്ങനെ, ഞാനൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾക്ക് അതിലേറെ അറിയാം. അങ്ങനെ നോക്കുമ്പോ ആ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന കൺകുളിർമ എന്നത് വലിയൊരു വിഷയമാണ്. ഇതാണ് ഈ കൺകുളിർമ നൽകാൻ മക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാതാപിതാക്കളെ ഈ അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്ന ആ കണ്ണുകളിൽ ഏറെ കുളിർമ, സന്തോഷം കൊണ്ട് കുളിര് പകരാൻ സാധിക്കുന്ന വിധത്തിൽ അവരുടെ മനസ്സും അവർക്ക് എല്ലാമായി മാറാൻ വേണ്ടി മക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഇണകൾ എങ്ങനെയാണ് കണ്ണുകുളിർമയാകുന്നത്? ദൈനംദിന ജീവിതത്തിൽ ഒപ്പം നിൽക്കുന്ന, ഒരുമിച്ചുള്ള ആശങ്കകളും ആശകളും ഓർമ്മകളും ഒക്കെ പങ്കിടുന്ന ഒരു സഹയാത്രികൻ അല്ലെങ്കിൽ ഒരു സഹയാത്രിക, അവർ തമ്മിൽ മനസ്സിലുണ്ടാകുന്ന ആഴമാർന്ന ബന്ധമാണ് കണ്ണിന്റെ തണുപ്പായി അനുഭവപ്പെടുന്നത്. അത് കുറെ കാലം കഴിയുമ്പോ, പ്രായമാകുമ്പോഴൊക്കെ ആ കണ്ണുകളിൽ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിയിരുന്ന് പോലും ആ കണ്ണിന്റെ തണുപ്പ് പരസ്പരം അവർക്ക്, ആ കണ്ണിലെ തണുപ്പായി ആ സ്നേഹം പുറത്തു വരുന്നത്, അല്ലെങ്കിൽ കുളിര് അവർക്ക് അനുഭവപ്പെടുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. വേദനയും സന്തോഷവും ഒരുമിച്ച് ഏറ്റെടുക്കുന്ന ഒരാളുണ്ടാകുന്നത് വലിയൊരു ആശ്വാസമല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും വേദന, നമ്മുടെ സന്തോഷവും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഏറ്റെടുക്കാൻ പറ്റാകുന്ന ഒരാൾ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ആ ആശ്വാസമാണ് കൺകുളിർമ എന്നൊരർത്ഥത്തിൽ നമുക്ക് പറയാവുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പങ്കുവെച്ച്, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ, ആരെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയിത്തീരുമ്പോ അത് കൺകുളിർമ ഉള്ള അനുഭവമായിരിക്കും ജീവിതത്തിൽ. വാക്കില്ലാത്ത കരുതൽ നൽകുന്ന, പലപ്പോഴും കുറച്ച് നോക്കുകളിൽ മാത്രം ആർക്കും പറയാനാവാത്തത് മനസ്സിന്റെ ഉള്ളിൽ പറഞ്ഞു പോകുന്ന ഇണകൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. നമുക്ക് കരുതൽ നൽകുന്ന, നമ്മുടെ ഒന്നും പറയാതെ തന്നെ, ഒന്നും ചോദിക്കാതെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുതൽ നൽകുന്നവരാണ്. കുറഞ്ഞ നോക്കുകളിൽ മാത്രം ആർക്കും പറയാനാവാത്തത് ആ സംസാരത്തിൽ, ആ വാക്കുകളിൽ പറഞ്ഞു പോകുന്ന രൂപത്തിലുള്ള ആ ഇണകളുടെ സ്നേഹബന്ധത്തിന്റെ ആ തീവ്രതയെ മനസ്സിന്റെ തണുപ്പ് എന്ന് നമുക്ക് പരിചയപ്പെടുത്താം. ഇങ്ങനെ ആ നിലക്കും നമ്മൾ കാണുമ്പോൾ ഇണകളും മക്കളും തമ്മിലുള്ള ആ കൺകുളിർമയെ ഖുർആൻ നമ്മളോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്റെ ഇടയിൽ, എന്റെ മക്കളിൽ അള്ളാഹുവേ നീ എനിക്ക് കൺകുളിർമ നൽകണമേ എന്ന്. അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം, മനസ്സിലുണ്ടാകുന്ന തണുപ്പ്, ആ തണുപ്പ് പുറത്തേക്ക് കണ്ണുനീരായി പോലും പലപ്പോഴും പുറത്തേക്ക് വന്ന്, ആ കണ്ണുകളിൽ ഉണ്ടാകുമ്പോ, ആ കണ്ണുനീർ കണ്ണുകളിൽ തട്ടുമ്പോ ഉണ്ടാകുന്ന ആ തണുപ്പില്ലേ, ആ കുളിരില്ലേ, ആ കുളിര് ലഭ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മൂസാ നബിയോട് പറയുന്നത്, നിന്റെ ഉമ്മാക്ക് കൺകുളിർമ ലഭിക്കാൻ നീ തിരിച്ചു ചെന്നാൽ ആ ഉമ്മക്ക് കൺകുളിർമ ഉണ്ടാകും, അവരുടെ കണ്ണിന് ആശ്വാസം ഉണ്ടാകും, അവരുടെ മനസ്സിന് ആശ്വാസം ഉണ്ടാകും. അതാണ് അങ്ങനെ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെന്താ ആഗ്രഹിച്ചത്? വലാത്ത ഹിസൻ,
അവർ ദുഃഖിക്കുകയും ചെയ്തത്. അവരായിരുന്ന അവരുമ്മയാണ്. ആ ഉമ്മ ദുഃഖിക്കരുത്, എന്റെ ഉമ്മ ദുഃഖിക്കരുത് എന്ന നിർബന്ധത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. മാതാപിതാക്കളെ ദുഃഖിപ്പിക്കരുത്. ഹുസ്ന് വലിയ വിപത്താണ്. കാര്യം നമുക്കറിയാം. മൂസാ നബിയുടെ ഉമ്മായുടെ കാര്യത്തിൽ റബ്ബ് പോലും ഈ കാര്യം വ്യക്തമായി പറയുന്നു. എന്താ റബ്ബ് പറഞ്ഞത്? മൂസാ, നിന്റെ ഉമ്മയെ ഞാനായിട്ട് ദുഃഖിപ്പിക്കണ്ടല്ലോ. നിന്നെ ജനിച്ച ഉടനെ പെട്ടിയിലാക്കി ഒഴുക്കാൻ വേണ്ടി പറഞ്ഞു, നദിയിൽ ഒഴുക്കാൻ വേണ്ടി പറഞ്ഞു. ആ ഒരവസ്ഥയിൽ ഉമ്മക്കുണ്ടാകുന്ന സങ്കടം എത്രയായിരിക്കും, ദുഃഖം എത്രയായിരിക്കും. ആ ദുഃഖത്തിന് പരിഹാരമെന്നോണമാണ് നിങ്ങളെ നാം ഉമ്മാക്ക് തന്നെ തിരിച്ചു കൊടുക്കാവുന്ന ഒരു സംവിധാനം, അഥവാ ആരുടെയും മുലപ്പാൽ നുകരാത്ത നീ തന്റെ ഉമ്മയെ മാത്രം കിട്ടിയപ്പോ ആ മുലപ്പാൽ നുകരുന്ന ഒരവസ്ഥ നിന്റെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയത് എന്ന് സംഭവം നമുക്കറിയാം. പറവ ആൺകുട്ടികളെ കൊല്ലുന്ന കാലത്ത് തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ അള്ളാഹു മൂസായുടെ ഉമ്മയോട് കൽപ്പിക്കുന്നത് നമുക്കറിയാം, പൊട്ടിയിലാക്കി നദിയിൽ ഒഴുക്കാനാണ്. ഒരു ഉമ്മക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയൊരു കാര്യമാണല്ലോ അത്. ഈ സന്ദർഭത്തിൽ അവരുടെ മാനസികാവസ്ഥ ഖുർആൻ വിവരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വേറൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വാസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ ഇൻ കാദത് ലതുബ്ദി ബിഹി ലൗലാ അർറബത്ന അലാ ഖൽബിഹാ ലിതകൂന മിനൽ മുഅ്മിനീൻ. സൂറത്തുൽ ഖസസിൽ മൂസായുടെ മാതാവിന്റെ ഹൃദയം അക്ഷമമായി ശൂന്യമായി പോയി. അവൾ വിശ്വാസികളുടെ കൂട്ടത്തിലായിരിക്കാൻ വേണ്ടി അവളുടെ ഹൃദയത്തിന് നാം ബലം നൽകിയിരുന്നില്ലെങ്കിൽ അവൾ ആ വിവരം വെളിപ്പെടുത്തി കളയുമായിരുന്നു. ആ സമയത്ത് ഫുആദ് ഉമ്മി മൂസ, നിന്റെ ഉമ്മായുടെ ഹൃദയം ശൂന്യമായിരുന്നു. അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ആ സമയത്ത് നിന്നെ പറ്റിയുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. വിഷമം കാരണം അതെന്റെ കുട്ടിയാണ് നദിയിലൂടെ ഒഴുകിപ്പോകുന്നത് എന്നോ മറ്റോ ഒക്കെ വിളിച്ചു പറയുമായിരുന്നു. അള്ളാഹു നിന്റെ ഉമ്മക്കൊരു ബലം നൽകി, ഒരു ശക്തി നൽകി. അതിന്റെ പേരിലാണ് അവർ പിടിച്ചു നിന്നത് എന്ന് മറ്റൊരായത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ മകനെ കുറിച്ചുള്ള വേവലാതിയും ദുഃഖവും കാരണം അവരുടെ ഹൃദയം മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ഒഴിഞ്ഞ് ശൂന്യമായി പോയിരുന്നു എന്ന് ഒരു ശൂന്യമായ ഹൃദയത്തെ പറ്റി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഹൃദയം എന്തെല്ലാം ചിന്തകളും എന്തെല്ലാം വേവലാതികളും പരാതികളും പ്രയാസങ്ങളും പലതും പേറി നടക്കുന്നതാണല്ലോ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. ഒരുപാട് ചിന്തകൾ ഉണ്ടാവില്ലേ? പക്ഷെ ഇവിടെ ഈ സമയത്ത് ഈ മൂസാ നബിയുടെ ഹൃദയത്തിൽ മറ്റൊരു ചിന്തയുണ്ടായിരുന്നില്ല. പൂർണ്ണമായി കാലിയായിരുന്നു, ശൂന്യമായിരുന്നു എന്നാണ് ഈ അവസ്ഥയെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ ഉമ്മയുടെ ഹൃദയത്തിലെ തീവ്രമായ ദുഃഖം കണ്ടറിഞ്ഞ് അതിന് ശമനം നൽകാനും ക്ഷമ നൽകാനും അള്ളാഹു നേരിട്ട് ഇടപെട്ടു. എന്നിട്ട് പറയുന്നത് ലൗലാ അർറബത്നാ അലാ ഖൽബിഹാ, അവളുടെ ഹൃദയത്തിന് നാം ബലം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ. അള്ളാഹു നേരിട്ട് ബലം നൽകിയതാണ്, ശക്തി നൽകിയതാണ്. മാതാവിന്റെ ഹൃദയം അത് വളരെ ലോലമാണ്, വളരെ കനിവുള്ളതാണ്, വളരെ ഏറെ സ്നേഹമുള്ളതാണ്, ബലം കുറഞ്ഞതാണ്. പക്ഷെ ഇവിടെ അള്ളാഹു ആ സമയത്ത് പ്രത്യേകമായ ബലം നൽകുകയാണ്. എന്നിട്ട് ഉറപ്പിച്ചു നിന്നെ അവരിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ അവർക്ക് ഇതുകൊണ്ട് ഈ ഒരു കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്ന അറിയാമോ? അവരുടെ കണ്ണിന് കുളിർമ ലഭിച്ചു. മക്കളെ തിരിച്ചു കിട്ടിയപ്പോ ചെറിയ കുഞ്ഞിനെ, പിഞ്ചോമന ആ പൈതലിനെ തിരിച്ചു കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് വലിയ സംഗതി തന്നെയാണ്. അതോടൊപ്പം ഉണ്ടാകാവുന്ന വേറെ ചില പ്രശ്നങ്ങളില്ലേ? തന്റെ നൊന്തുപെറ്റ കുഞ്ഞിനെ ഉടനെ തന്നെ ആ കുഞ്ഞിന് മുലപ്പാൽ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കുഞ്ഞിനോട് ശരിയായ മാതൃസ്നേഹം കാണിക്കാനായില്ല എന്ന ഒരു കുറ്റബോധം ഏതൊരു സ്ത്രീക്കും ഉണ്ടാവില്ലേ? അതിന് വിട്ടാ പിന്നെ എന്താ സംഭവിക്കുക? നിരാശയും ഡിപ്രഷനും ഒക്കെ, അതേപോലെ മാനസികമായ
ഒരുപാട് പിരിമുറുക്കങ്ങൾ അവരിൽ ഉണ്ടാകുമെന്ന് സ്വാഭാവികമാണ്. കുഞ്ഞ് ഭക്ഷണം കഴിക്കാതെ, അതേപോലെ ഒന്നും കിട്ടാതെ ഒന്നും കഴിക്കാതെ കരയുമ്പോ ആ കരച്ചിലായിരിക്കുമല്ലോ എന്റെ കുഞ്ഞിന് ഇപ്പോഴെന്ന് ഓർക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ആളുകൾ ആരെങ്കിലും അങ്ങനെ കമന്റുകൾ പറയുമ്പോ എന്തൊക്കെ സമ്മർദ്ദമാണ്, എന്തൊക്കെ പ്രയാസമാണ് ഒരു ഉമ്മക്ക് ഉണ്ടാവുക. പല മാതാക്കളും തങ്ങളോട് തന്നെ വിഷമം തോന്നില്ലേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ? എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത്, എന്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ സാധിക്കാതെ പോയത് എന്നൊക്കെ ആലോചിക്കുമ്പോ മാനസികമായ പ്രശ്നങ്ങൾ, മുലപ്പാൽ കൊടുക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം, ശാരീരികമായ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. പാല് പുറത്തേക്ക് ഒഴുകാത്തത് മൂലം വേദന, ശ്വാസതടസ്സം ഉണ്ടാകും. പാല് ശേഖരിച്ചതിന്റെ കനം മൂലമുണ്ടാകാവുന്ന ഒരുപാട് പ്രയാസങ്ങൾ വേറെ ഉണ്ട്. കുഞ്ഞ് മുലപ്പാൽ കുടിക്കാതിരിക്കാൻ ആ ഒരു പ്രവൃത്തി കുറെ ദിവസം അങ്ങനെ തുടർന്നാൽ ശരീരം പാലുൽപാദിപ്പിക്കുന്നത് കുറക്കും. അത് ശരീരത്തിന് മറ്റ് ഹാനികരമായി തീരും. മുലപ്പാൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ, അതിനെ പറയുന്നത് ഹാപ്പി ഹോർമോൺ എന്നാണ്. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ഹോർമോൺ എന്നാണ് അത് പറയാ. ഈ ഒരു പ്രവൃത്തി നടന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പിന്നെ സന്തോഷം കുറഞ്ഞു വന്ന് അവർ മാനസികമായ രോഗത്തിനും ശാരീരികമായ പ്രയാസങ്ങൾക്കൊക്കെ ഇടവരും എന്നാണല്ലോ. അപ്പൊ ആ ഒരു ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അവസ്ഥകളും ഉണ്ടാകും. അതിനെല്ലാം മറികടക്കാൻ പറ്റാവുന്ന രൂപത്തിൽ നിങ്ങളുടെ ഉമ്മക്ക് സന്തോഷകരമായി ജീവിക്കാൻ വേണ്ടി, ദുഃഖമില്ലാതിരിക്കാൻ വേണ്ടി, അവരുടെ കണ്ണു കുളിർക്കാൻ വേണ്ടി നിന്റെ ഉമ്മക്ക് തന്നെ തിരിച്ചു കൊടുത്തു എന്ന ആ സംഭവം വളരെ ഹൃദയസ്പൃക്കായ രൂപത്തിൽ ഖുർആൻ അവളെ പരിചയപ്പെടുത്തിയത് കൈ തഖറ ഐനുഹ വലാ തഹ്സൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർ സന്തോഷിക്കാനാണ്, അവർ കൺകുളിർക്കാനാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത് എത്ര അർത്ഥവത്താണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. മറ്റൊരു അനുഗ്രഹം എന്താണെന്നറിയോ നിങ്ങൾക്ക് നൽകിയത്? നിങ്ങൾ നിങ്ങള് യുവാവായിരുന്ന ഒരു കാലത്തൊരു സംഭവം ഉണ്ടായില്ലേ? ഒരു കിബത്തിയും ഒരു ഇസ്രായേലിയും തമ്മിൽ നടന്ന ഒരു ശണ്ഠയിൽ ഇസ്രായേലിയുടെ അപേക്ഷ പ്രകാരം നിങ്ങൾ ഇടപെടുകയും കിബത്തിയെ ഒരു അടി കൊടുക്കുകയും ചെയ്തില്ലേ? അപ്പോൾ അവന്റെ കഥ കഴിഞ്ഞു. ആ സംഭവം നടന്നത് പരസ്യമായ നിലക്കല്ലായിരുന്നു. എന്നാൽ പിറ്റേന്നും അതേ ഇസ്രായേലിയുടെ കാരണമായി തന്നെ രഹസ്യം പുറത്താവുകയാണ്, ജനങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയമായി മാറുകയാണ്. അങ്ങനെ മൂസാ നബിയെ കൊലപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടുകയാണ്. അങ്ങനെ അദ്ദേഹം നാട് വിടുന്നു. വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവസാനം ശുഐബ് നബിയുടെ രാജ്യമായ മദിയനിൽ അദ്ദേഹം എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ക്ലേശം എന്ന് പറയുന്നത്, മനക്ലേശം എന്ന് പറയുന്നത് പല നിലക്കുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന്, ദുനിയ, ഈ ദുനിയാവിലുള്ള ശിക്ഷ, അത് നിങ്ങളെ പിടികൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളെ കൊന്നതിന് പകരമായി നിങ്ങളെയും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നിയമമുണ്ട്. ആ നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അവർ ഓടി നടക്കുകയാണ്. അതിൽ നിന്ന് അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പേടിച്ച് ഓടിപ്പോരുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തിയത്, നിങ്ങൾ മദീനയിലേക്ക് എത്തി അവിടെ നിങ്ങൾക്ക് അഭയം നൽകിയ ഒരു വ്യക്തി ഉണ്ടാവുകയും അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോ നിങ്ങൾക്ക് അവിടെ രക്ഷപ്പെടാൻ സാധിച്ചു. രണ്ടാമത്തത് മിൻ ഇഖാബില്ലാഹി തആല, ഒരു വധം, മനുഷ്യവധം എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു കാര്യമാണ്. അള്ളാഹുവിൽ നിന്ന് കുറ്റം കിട്ടുന്ന കാര്യമല്ലേ. പക്ഷെ അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം നൽകി, ആ മനക്ലേശത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകി എന്ന് അള്ളാഹു പ്രത്യേകം ആ ഒരു സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പോകുന്നു. ഇങ്ങനെ നിരവധി അനവധി പരീക്ഷണങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നത്. ഇന്നല്ലാഹു തആല അദ്ദദ അൻവാഅ മിനനിഹി അലാ മൂസ അലൈഹിസ്സലാം വഫതന്നാക ഫതൂന. അതിൽപ്പെട്ടതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാട് എണ്ണി പറയുമ്പോൾ അതിൽപ്പെട്ട ഒരു വിഷയമാണ്
ഫത്തന്നാക ഫുത്തൂനൻ. എന്താ ഫത്തന്നാക ഫുത്തൂൻ എന്ന് പറഞ്ഞാല്? ഫത്തുനിൻ എന്നതിന്റെ ബഹുവചനമാണ് ഫുത്തൂനുൻ. ഫത്തിനിൻ ജംഉ ഫത്തിനിൻ ഔ ഫുത്തിനത്തിൻ എന്നതിന്റെ ബഹുവചനമാണ് ഫുത്തൂനുൻ എന്നുള്ളത്. യുഖാലു ഫുത്തിന ഫുലാനുൻ അൻ ദീനിഹി. ഒരാള് അയാളുടെ മതത്തിൽ ഫുത്തിന പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇദശ്തദ്ദത് അലൈഹിൽ മിഹ്നതു ഹത്താ റജഅ അൻ ദീനിഹി. അയാളുടെ ദീനിപരമായിട്ടുള്ള അയാളുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നിരന്തരമായി ഉണ്ടായി. ഒരുപക്ഷെ ഞാൻ എന്റെ ദീനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നതിന് അയാളെ സംബന്ധിച്ചാണ് ഇവിടെ കൂടുതലായി ആ പരീക്ഷണത്തിന് വിധേയമായി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പരീക്ഷണമാണ് മൂസാ നബിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. തുടക്കത്തിലുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഖുർആൻ തന്നെ വിശ്വാസികളോട് ചോദിക്കുന്നുണ്ട്, അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ? അവിടെ ഖുർആൻ ചോദിച്ചത് യുഫ്തനൂൻ എന്നാണ്. പരീക്ഷണത്തിന് ഫിത്നക്ക് വിധേയമാകാതെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വിശ്വാസിയായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും ആമന്ന എന്ന് പറഞ്ഞത് കൊണ്ട്, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല. അതിന്റെ പിന്നാലെയായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി ഈ 2-3 ആയത്തുകളിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓതി നോക്കിയാൽ മതി. നിങ്ങൾ അതിന്റെ അർത്ഥം പരിശോധിച്ച് നോക്കിയാൽ മതി. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മായ അലമില്ലാഹുല്ലദീന ജാഹദു മിൻകും വയഅലമസ് സ്വാബിരീൻ. നിങ്ങളിൽ നിന്ന് സമരം ചെയ്യുന്നവർ, അതേപോലെ ക്ഷമിക്കുന്നവർ ആരാണെന്ന് തിരിച്ചറിയാതെ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാതെ. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മായ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കൊക്കെ വന്നതുപോലെയുള്ള പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കാൻ പറ്റുന്നുണ്ട് കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളിൽ ഒരുപാട് ഫിത്നകൾ, ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവരിൽ നിന്ന് ആരാണ് സത്യം പറയുന്നത്, ആരാണ് കളവ് പറയുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരാൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുബ്തലർ റജുലു അലാ ഹസബി ദീനിഹി ഫഇൻ കാന ദീനുഹു സലാബ സീദ ലഹു ഫിൽ ബലാ. മനുഷ്യൻ അവന്റെ മതപ്പറ്റനുസരിച്ച് അവൻ പരീക്ഷണം ചെയ്യപ്പെടുന്നതാണ്. ഒരാൾ തന്റെ മതത്തിൽ കൂടുതൽ ദൃഢതയുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ പരീക്ഷണത്തിലും വർധനവുണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോ ദീനിൽ ഉറപ്പുള്ള ദൃഢതയുള്ള ആളുകൾക്കാണ് ഒരുപക്ഷെ കൂടുതൽ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നൊക്കെ ഖുർആൻ പഠിപ്പിച്ചതിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാമക്കും അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം വന്നത്. ഇത് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്, വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നിങ്ങനെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത വെക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ളത് നമുക്ക് മദിയൻ പ്രദേശത്ത് അദ്ദേഹം ഏതാനും വർഷങ്ങൾ താമസിച്ചത്. പിന്നെ അവസാനം മൂസ, ഒരു ഖദർ പ്രകാരം, ഒരു നിശ്ചയപ്രകാരമാണ് നിങ്ങൾ ഇങ്ങോട്ട് ഈ ഇവിടേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യവും മാത്രമാണ് നമുക്ക് അതിൽ ബാക്കിയായി നിൽക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനും അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ.